ഇന്ന് നമുക്ക് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ടൈപ്പ് സാരീസിൻ്റെ ഒരു വീഡിയോയാണ്. ഈ സാരീസ് ഉണ്ടല്ലോ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി സാരീസിൻ്റെ കളക്ഷനാട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു നമ്മുടെ കാഞ്ചീപുരത്തിൻ്റെ ഏറ്റവും കൂടിയ റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ അതേ പാറ്റേണിൽ, അതായത് ഒരു ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ടിഷ്യൂ കാഞ്ചീപുരം ആ ഒരു ടൈപ്പ് സാരിയുടെ, എന്നാൽ ഓവറായിട്ടുള്ള ആ ഒരു തിളക്കവുമില്ല. നമുക്കൊരു ഫങ്ഷൻ വെയറിനൊക്കെ ഉടുക്കാൻ നല്ല സൂപ്പർ സാരീസ് ആട്ടോ. ഇതിൻ്റെ റേറ്റും ഭയങ്കര അടിപൊളിയാണ്. 3450 റേറ്റിൽ നല്ല പ്യുവറിനെ വെല്ലുന്ന രീതിയിലുള്ള കളക്ഷനാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ സാരീസ് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് നമ്മളപ്പം തന്നെ അത് പൊട്ടിച്ച് വീഡിയോ ഇടുന്നത് കേട്ടോ. ഇപ്പം ബ്ലൗസൊക്കെ ഞാൻ അഡീഷണൽ ഇങ്ങനെ എൻ്റെ കയ്യിലുള്ളത് വെയർ ചെയ്തിരിക്കുന്ന എൻ്റെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. നല്ല രസമാട്ടോ ഈ സാരീസ്. ഇതൊരു കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ അല്ല എന്നാരും അറിയില്ല, അത്രയും ഫിനിഷിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. 3480 റേഞ്ചിൽ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ സൂപ്പർ സാരീസ്. അപ്പം ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന കളേഴ്സ് എന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരി. ഇതൊരു ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള സാരിയാണ്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ സാരി, നല്ല സോഫ്റ്റാണ്. ഉടുക്കാനൊക്കെ നമുക്ക് തന്നെ ഉടുക്കാം, അത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിനകത്തിൽ കൂടെ ദേ ഇങ്ങനെ ഒരു ബുട്ടി വീവ്സാണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ ദ ബോഡിയിൽ. എന്നിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ ഒരു ഗോൾഡൻ സെറി വ്യൂവിൽ തന്നെ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ്. ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ ദേ ഇങ്ങനെ വരും. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ആ ഒരു പർപ്പിളും ഗോൾഡനും കൂടെ ബ്ലെൻഡായിട്ടുള്ള ടോണിലാണ് ബ്ലൗസ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൂടെ വരും. അപ്പോൾ ഇതും കൂടെ ഇടുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ നല്ല സൂപ്പർ സാരീസാണ്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലും ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ്. 3480. എല്ലാ സാരീസിനും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് സാരി നമ്പർ 1 ആണ്. ബാക്കി സാരീസ് ഞാൻ ടേബിളിൽ ഇട്ട് കാണിക്കാം. സെക്കൻഡ് സാരി വരുന്നത് ഒരു ലൈറ്റ് ഒരു ഗ്രീനിഷ് ടോൺ, അതായത് അപ്പോൾ അതിനകത്ത് ഗ്രീനും ടിഷ്യൂ ബ്ലെൻഡും കൂടെ വരുന്നത് കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഓവറായിട്ടും തോന്നില്ല, നല്ല സറ്റിലായിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ സാരീസ് കാണുമ്പോഴും ഇത്ര എക്സൈറ്റഡ് ആവാറില്ല, പക്ഷേ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ബോർഡേഴ്സ് വരുമ്പോൾ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ്. കാരണം നമ്മുടെ ആ പ്യുവർ സാരി കാണുമ്പോൾ അതേ ഒരു ലുക്കിൽ തന്നെയാണ് നമുക്ക് ഈ സാരിയും കാണുന്നത്. എൻ്റെ മുന്താണി കണ്ടോ, മുന്താണിയും ഇതേപോലെ വന്നിരിക്കുന്ന മുന്താണി. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ബ്ലൂവും ടിഷ്യൂവും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ബ്ലൗസ്. അതിൻ്റെ അപ്പോൾ സ്ലീവ് എൻഡിൽ ആ ഒരു ബോർഡർ വരും. സാരി നമ്പർ 2. പെട്ടെന്ന് ഉടുക്കാട്ടോ, നല്ല കംഫർട്ടാണ്, ഒട്ടും വെയിറ്റും ഇല്ല, നല്ല സുഖമായിട്ട് സോഫ്റ്റായിട്ട് ഉടുക്കാവുന്ന സാരീസാണ്. സാരി നമ്പർ 2. സാരി നമ്പർ 3. സാരി നമ്പർ 3 വരുമ്പോൾ ഇതൊരു ഗ്രേ ആൻഡ് പേർപ്പിൾ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. അതിനകത്ത് പർപ്പിളാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഒരു ഗ്രേ ഒരു പർപ്പിൾ ബ്ലെൻഡ്, ഒരു ഡബിൾ ടോൺ പോലെ വരും. സാരി നമ്പർ 3. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ഈ പർപ്പിൾ ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. സ്ലീവ് എൻഡിൽ നമുക്ക് ആ ബോർഡറും വരും. സാരി നമ്പർ 3. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ഉണ്ടോ. ഇതിങ്ങനെ ഇടുമ്പോൾ നമുക്കിത് ഈ ഒരു ബോർഡറൊക്കെ ഇങ്ങനെ ഈ ബോർഡറൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളിയാട്ടോ. അതെ, സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ അതേപോലെ തന്നെ നല്ലൊരു പിങ്കിൻ്റെ ടോൺ. പിങ്കിൽ ഒരു ഇതിൻ്റെ സൈഡിൽ വരുന്നത് അല്പം കൂടെ ഡാർക്ക് പർപ്പിൾ അല്ല, അല്പം കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു പർപ്പിൾ ടോൺ. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. ഭയങ്കര റിച്ച് ലുക്കാട്ടോ. 3480. സാരി നമ്പർ 4. ഒരു ഫങ്ഷനൊക്കെ കൊടുത്താൽ നല്ല ഗ്രാൻഡ് ലുക്കാണ്. സാരി നമ്പർ 5 വരുമ്പോൾ ഇതൊരു പീച്ച് ആൻഡ് പേർപ്പിൾ. സാരി നമ്പർ 5. ഒരു കോപ്പർ പീച്ച് ബ്ലെൻഡ് ആയിട്ടുള്ള പോലെയുള്ള ഒരു ടോൺ. സാരി നമ്പർ 5. ബ്യൂട്ടിഫുൾ കളേഴ്സ്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 5. സൂപ്പർ സാരീസാണ്. സാരി നമ്പർ 6 വരുമ്പോൾ ഒരു അല്പം ഒരു ഗ്രീനിഷ് ബേജ് ആൻഡ് പേർപ്പിൾ. 6 ഒരു ഗ്രീനിഷ് ബേജ് ആൻഡ് പേർപ്പിൾ. കണ്ടോ, ഇങ്ങനെ പ്ലീറ്റൊക്കെ നല്ല ഒതുങ്ങിയിരിക്കും കേട്ടോ, നല്ല സുഖം കൊടുത്താലും.
സാരി നമ്പർ 6. ഒരു അല്പം ഒരു ബേജും ഗ്രീനും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 6. സാരി നമ്പർ 7. 7 വരുമ്പോഴും ഒരു ഗോൾഡൻ അങ്ങനെ ഒരു ഷെയ്ഡ് ആൻഡ് ഒരു മെറൂൺ ഷെയ്ഡ്. ഒരു ഗോൾഡൻ യെല്ലോ ആൻഡ് മെറൂൺ. സാരി നമ്പർ 7. ഇതിൻ്റെ കണ്ടോ, ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 7. എന്ത് രസമാണെന്ന് നോക്കിയേ. സാരി നമ്പർ 7 ഗോൾഡൻ യെല്ലോ ആൻഡ് മെറൂൺ. ബ്യൂട്ടിഫുൾ സാരീസ്. സാരി നമ്പർ 8 ഒരു ലാവൻഡർ പിങ്ക് ആൻഡ് പേർപ്പിൾ. സാരി നമ്പർ 8 ഒരു ലാവൻഡർ പിങ്ക് ആൻഡ് പേർപ്പിൾ ആൻഡ് പർപ്പിൾ ടോണിൽ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 8. സാരി നമ്പർ 9. 9 വരുമ്പോഴും ഇതും ഒരു പിങ്കിൻ്റെ തന്നെ അല്പം കൂടെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ടോൺ ആൻഡ് ഗ്രീൻ. ബോർഡർ വരുന്നത് ഗ്രീൻ. എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സ് ആട്ടോ ഇതെല്ലാം. സാരി നമ്പർ 9. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ അപ്പോൾ ഗ്രീനിഷ് ടോണിലാണ് ബ്ലൗസ് വരുന്നത്. ഇതാണ് ബ്ലൗസ് ആൻഡ് ബോർഡർ ഇങ്ങനെ വരും. സാരി നമ്പർ 9. സാരി നമ്പർ 9. സാരി നമ്പർ 10. 10 വരുമ്പോൾ ഒരു ലൈറ്റ് പേർപ്പിൾ ആൻഡ് ഡാർക്ക് പേർപ്പിൾ ടോൺ. സാരി നമ്പർ 10. ലൈറ്റ് പേർപ്പിൾ ആൻഡ് ഡാർക്ക് പേർപ്പിൾ ടോൺ. സാരി നമ്പർ 10. ഡാർക്ക് പേർപ്പിളിൽ തന്നെ വരുന്ന ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 10. സാരി നമ്പർ 11. 11 വരുമ്പോഴും എന്ത് രസമല്ലേ ഈ ടോണൊക്കെ. ഭയങ്കര ഭംഗിയുള്ള കളേഴ്സ്. ഇതൊക്കെ ഒരു ഗോൾഡൻ ഗോൾഡൻ ബേജ് ആ ഒരു ടോണാട്ടോ 11. അതിനകത്ത് ബോർഡർ കളർ വരുന്ന ഒരു ഗ്രീനിഷ് ടോൺ, എന്നിട്ട് ആ ഒരു ടോണിൽ വരുന്ന ബ്ലൗസ് ഉണ്ടോ. സാരി നമ്പർ 11. 3480. തോന്നുന്നില്ല അല്ലേ, അതിന് നല്ല റേറ്റ് തോന്നുന്നു അല്ലേ. 11. ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ. ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ. എന്നിട്ട് ഡാർക്ക് ഗ്രീനിൽ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 12. സാരി നമ്പർ ഇടാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. സാരി നമ്പർ 12. സാരി നമ്പർ 13. അടിപൊളി കളേഴ്സ്. ഇതൊക്കെ എന്നാ ഒരു ബ്ലൂയിഷ് ടോൺ അല്ലേ, ഒരു നല്ലൊരു ബ്ലൂയിഷ് ടോൺ ആൻഡ് പേർപ്പിൾ. സാരി നമ്പർ 13. ഇതാണ് ബ്ലൗസ് വരുന്നത്. പർപ്പിൾ ടോണിൽ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 13. ചില സാരീസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല. ചില സാരീസ് നല്ല അടിപൊളിയായിട്ട് അതൊരാ റേഞ്ചും അതനുസരിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. സാരി നമ്പർ 13. സാരി നമ്പർ 14. ഒരു ഗോൾഡൻ യെല്ലോ ആൻഡ് ഗോൾഡൻ, ഒരു ഗ്രീനിഷ് ഗോൾഡൻ അങ്ങനെ തന്നെ വരും കേട്ടോ. ഒരു അതിൻ്റെ ഗ്രീനാണ് ബോർഡർ വരുന്നത്. ഗ്രീനിഷ് ടിഷ്യൂ ഗ്രീനിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 14. ഒരു യെല്ലോ ഗ്രീൻ അങ്ങനെ ഒരു കോമ്പിനേഷൻ. സാരി നമ്പർ 14. 15. 15 വരുമ്പോൾ ഒരു ബേജും ഗ്രീനും കൂടെ ചേർന്ന കളറാണ് ബോഡിയിൽ. എന്നിട്ട് ബോർഡർ ഇങ്ങനെ ഗ്രീൻ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 15. സാരി നമ്പർ 16. 16 വരുമ്പോഴും ഒരു
യെല്ലോ, ഒരു ഗോൾഡൻ യെല്ലോയിഷ് ടിഞ്ച് ആൻഡ് ഒരു വൈൻ. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ദേ ഇതാണ് ആ ഒരു വൈൻ പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ബ്ലൗസ്. ഇതൊരു ഗോൾഡ് യെല്ലോ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടോൺ. സാരി നമ്പർ 16. 17. അഗെയിൻ ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് പർപ്പിൾ ടോൺ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആൻഡ് പർപ്പിൾ. 17. ബ്ലൗസ് പർപ്പിൾ ടോണിൽ വരുന്ന ബ്ലൗസ്. 17. 18. എല്ലാം നല്ല, എനിക്ക് ഒന്നിനൊന്ന് മെച്ചം ഓരോ കളറും. ഇതും ഒരു ബ്രൗണിഷ്, ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പോലെ തന്നെയുള്ള ഒരു ഏകദേശം ഒരു ടോൺ. ആൻഡ് ഗ്രീനാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ഗ്രീനിൽ വരുന്ന ബ്ലൗസ്. എന്നിട്ട് സ്ലീവ് എൻഡിൽ ബോർഡർ വരും. അപ്പോൾ അത് ബ്ലൗസ് അങ്ങനെ, എൻ്റെ ഇപ്പോൾ പ്ലെയിൻ ബ്ലൗസ് അല്ലേ, അതങ്ങനെ സ്ലീവ് എൻഡിൽ ബോർഡറും ഒക്കെ വെച്ച് ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് വരുമ്പോൾ ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ. 18. 19 ലാസ്റ്റ് സാരിയാണ്. ഇതും ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആൻഡ് പർപ്പിൾ ടോൺ. 19. ചോക്ലേറ്റ് ബ്രൗൺ ആൻഡ് പർപ്പിൾ ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. നല്ല സോഫ്റ്റ് ആട്ടോ സാരി, കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി. ഒട്ടും ഇങ്ങനെ ചുളിവൊന്നും വീഴില്ല. നല്ല സൂപ്പർ സാരീസ്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ എല്ലാവരും വാങ്ങിച്ചോ. നല്ല അടിപൊളി സാരീസാണ്. 3450 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു.